ഉറക്കം വരുന്നുണ്ടാവും അല്ലേ? നീ ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ മിണ്ടോണ്ടിരുന്നു. പുറത്തു കൂടെ കുറെ നേരമായി എന്തൊക്കെയോ സൗണ്ട്. മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കുന്ന സമയത്ത് പുറത്തു കൂടെ സൗണ്ട്. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് നാളെ എക്സാം ഉണ്ട്. രാവിലെ 10 മണിക്ക് നിനക്ക് എക്സാം ഉണ്ട്. ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഇപ്പൊ സമയം 11:30. ഒരു കാര്യം പറയട്ടെ, നമുക്ക് നാളെ 10 മണിക്ക് എക്സാം ഉണ്ട്. 11:30 സമയം. 12, 1, 2, 3, 4 മണിക്കൂർ നീ പഠിച്ചാൽ മതി. നിന്നെ കൊണ്ട് പറ്റും. നീ ഭയങ്കര സ്മാർട്ടാ. നീ പഠിച്ചു കഴിഞ്ഞാൽ നീ ഫുൾ 4 മണിക്കൂർ നീ പഠിക്കുക. നാളെ നീ ഫുൾ ചെയ്തോ. എക്സാമിനേഷൻ നീ ഫുൾ ചെയ്തോ. ദൈവം ഉറങ്ങാൻ നിൽക്കട്ടെ പ്ലീസ്. ഒരു സെമസ്റ്റർ പോർഷൻസ് ഒക്കെ സില്ലിയായി നമ്മൾ തീർക്കും. സില്ലിയായി നമ്മൾ തീർക്കും. എന്നോടാ നമ്മൾ സില്ലിയായിട്ട് തീർക്കും. ഓക്കെ? അതിന് നീ ഒരു കാര്യം ചെയ്യണം. നീ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പരപര നടക്കാണ്ട് പോയിട്ടൊരു സ്ഥലത്ത് സമാധാനമായിട്ടൊന്ന് ആസനസ്ഥയാവുക. എന്നിട്ട് പഠിക്കാൻ പഠിക്കാം. ഇനി ഇറങ്ങിയരുത്. ഓക്കെ? ബൈ. പഠിക്കാം. എൻ്റെ എല്ലാ കർത്താക്കന്മാരെയും കം ഓൺ അനുഗ്രഹിക്കണം പ്ലീസ്. പഠിക്കാനുണ്ട്, അതുകൊണ്ടാ. ഓക്കെ. ചാരിക്കിടന്ന നമുക്ക് നന്നായി പഠിക്കാം കേട്ടോ. കുറച്ച് നമ്മൾ പഠിക്കും. നമ്മൾ സുഖത്തിൽ പഠിക്കണമല്ലോ. കർത്താവേ, സമയം 2 മണിയായോ? ഉറങ്ങാത്ത വിധമൊക്കെ നിനക്ക് എന്തെങ്കിലും ചെയ്തോടെ? ഒരു ഉപകാരം. 2 മണിയായോ? പഠിക്കാം. നമുക്ക് ഇനി 1.5 മണിക്കൂർ സമയമുണ്ട്. ഓക്കെ? നമുക്ക് ഇനി 1.5 മണിക്കൂർ സമയമുണ്ട്. ഒരു പ്രശ്നമില്ല. കമോൺ, ലെറ്റ്സ് ഗോ സ്റ്റഡി. ബാ. എന്നാലും അന്ന് അവൻ എന്നോടെന്താ അങ്ങനെ പറഞ്ഞേ? നീ എന്നെ ഇഷ്ടമാണോ? എടുത്ത് പഠിക്കണി. അത് വല്ലിച്ചോണ്ടിരിക്കുമായിരുന്നു. പഠിക്കാൻ അങ്ങോട്ട്. എന്തോരം പോർഷൻസ് എൻ്റെ ദൈവമേ. ആക്ച്വലി എന്നെ കാണാൻ കൊള്ളാം. ഈ മുന്നിലേക്ക് ഈ 2 ഞാരിട്ടിട്ട് രസമുണ്ട്. പക്ഷെ കുരുവൊക്കെ വന്നേക്കും അപ്പുറത്തേക്ക്. എന്തുവാണ് എന്തിലെവിടെയും പോകണപ്പോൾ കുരു വരും. എന്നാലും ഞാൻ ഒരു സുന്ദരി തന്നെ. ആ പൊട്ടെടുത്തിടാം. എന്നാൽ പിന്നെ ഇനി പൊട്ടില്ല എന്നാരും കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇപ്പം റെഡി. അടിപൊളി. കൊള്ളാം. ഒറ്റ ഇടി വെച്ചിട്ടോ. ഇരുന്ന് പഠിക്കടി. ഒറ്റ ചവിട്ടാണേ. നാളെ എക്സാം ആയിട്ട് അവളുടെ ഭംഗി നോക്കിയിരിക്കുക അവള്. ഇത് തീർത്ത് കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാടി. അതുകൊണ്ട് വേഗം പഠിച്ചോ. എന്നെ കൊണ്ട് പറ്റും. വിശക്കുന്ന ഭയങ്കരമായിട്ട്. ഇന്നലത്തെ ആ ബിരിയാണി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് വെച്ച ബിരിയാണി ചൂടാക്കി കഴിക്കാൻ എന്തൊരു ടേസ്റ്റ്. എൻ്റെ കർത്താവേ. പോവില്ലേ വെച്ചിട്ട് പോടുന്നു. നിർത്താൻ ഞാൻ ഈ പരിപാടി. എനിക്ക് പഠിക്കണ്ട. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഫുഡ് കഴിക്കണം. കർത്താവേ, എന്ത് വേണം എനിക്കെന്താ ഇങ്ങനെ? ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട വെറുതെ എന്തിനാ? വേണ്ട. എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പൊ തൽക്കാലം. നീ ഒന്ന് ആലോചിച്ചു. നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഭാഗത്ത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ബിക്കോസ് നമ്മളിന്ന് വയ്യ, നമുക്ക് സുഖമില്ല. അതുകൊണ്ടാണ്. അല്ലാതെ നീ പഠിച്ച് എന്തായാലും നല്ല മാർക്ക് കിട്ടിയാണ്. പക്ഷെ ഇന്ന് വയറിന് സുഖമില്ല, തലവേദന എടുക്കണ, ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ടാണ് ഈ ഉറങ്ങണേ. അപ്പം നിനക്ക് അപ്പയോടും അമ്മയോടും നീ അത് പറഞ്ഞാൽ മതി. പിന്നെ ഈ എക്സാം ഇപ്പം ഇനിയിപ്പോൾ 1 മണിക്കൂർ പഠിച്ചിട്ട് എന്തുണ്ടാവാനോ?
ആ പോർഷൻസ് മൊത്തം 1 മണിക്കൂറോടൊന്നും പഠിച്ചു തീർക്കാൻ പോകുന്നില്ല. വെറുതെ ഇരുന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടും നല്ലത് അത് പഠിക്കാണ്ട് പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് പഠിച്ചിട്ട് എഴുതാലോ. ഇതിപ്പോൾ വെറുതെ നമ്മൾ പോയി എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തോക്കും. അപ്പം അതിനെക്കാളും നല്ല നമ്മൾ എക്സാം എഴുതാണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചിട്ട് അടുത്ത എക്സാമിന് എഴുതാം, ഇതിൻ്റെ റിപ്പീറ്റ് എഴുതാം. അപ്പോൾ പിന്നെ അപ്പയ്ക്ക് അമ്മയ്ക്ക് ഹാപ്പിയാവും. ഇത് ചുമ്മാ എങ്ങാനും തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സീനാവും. അതുകൊണ്ട് വേണ്ട, നീ സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ, അതാണ് നല്ലത്. അത് ആക്ച്വലി നല്ലത്. നീ സുഖമായി പോയി കിടന്നുറങ്ങിക്കോ. സോ ദാറ്റ് നിനക്ക് നാളെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത റിപ്പീറ്റിന് പിന്നെ എഴുതാം. അപ്പോൾ ഉറപ്പിച്ചേ. അപ്പോൾ ഇനി പോയി കഷ്ടപ്പെടേണ്ട തൽക്കാലം. വയ്യാത്തതുകൊണ്ടല്ല, അത് അമ്മയ്ക്കും അപ്പയ്ക്കും മനസ്സിലാക്കിയോളൂ. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. ഓക്കെ, നാളത്തെ എക്സാം ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് എക്സാം പേപ്പറൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് നീ മൈൻഡ് ആക്കാണ്ടിരുന്നാൽ മതി, നിൻ്റെ മനസ്സിന് നോവിക്കരുത്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.